സംഗീത ചികിത്സ നിത്യജീവിതത്തിൽ എന്നുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തിലാണ് ഞാൻ ഇന്ന് എൻ്റെ അവതരണം. അപ്പൊ അത് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആം, അപ്പൊ ആദ്യം തന്നെ ഇവിടെ ഞാൻ ഇപ്പോ നിൽക്കുന്നത് വാരണാസിയിലാണ്. അപ്പോ വാരണാസിയിൽ ഇപ്പോ കുറച്ചൊരു തണുപ്പായതുകൊണ്ട് എന്റെ ശബ്ദം ചെറുതായിട്ട് അടഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അതിനാദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് കാരണമുണ്ടാകാവുന്ന എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഇതിൽ വരാകുന്ന വിഘ്നങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുകൂടാതെ സംഗീത ചികിത്സ നിത്യ ജീവിതത്തിൽ എന്നുള്ള ഒരു ടോപ്പിക് വളരെ വലിയൊരു ടോപ്പിക്കാണ്. അത് ഒരു മണിക്കൂർ കൊണ്ട് എത്ര കണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ മാക്സിമം പറയാൻ ശ്രമിക്കാം. എന്തെങ്കിലുമൊക്കെ പുതിയത് എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ എനിക്ക് തോന്നുന്നു ശ്രോതാക്കളിൽ ആരും തന്നെ സംഗീത ചികിത്സ ഒരു മെയിൻ ഡിസിപ്ലിനായി എടുത്ത് കുറെ രോഗികളെ ചികിത്സിക്കാൻ പോവുക എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ എന്നാലും സ്വന്തം ജീവിതത്തിൽ എങ്ങനെ സംഗീതത്തിനെ ചികിത്സ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇത് കേൾക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഈ അവതരണം എന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവതരണത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ ഗുരുഭ്യോ നമഃ. അപ്പൊ ആദ്യം തന്നെ എന്താണ് സംഗീത ചികിത്സ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോ ഇതിപ്പോ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ശാഖയാണ് സംഗീത ചികിത്സ എന്ന് പറയുന്നത്. അപ്പൊ സംഗീത ചികിത്സയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതം എന്ന് പറയുമ്പോൾ ഒരു കലയാണ്, ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു ശാസ്ത്രമാണ്. ഒരു ശാസ്ത്രത്തിനെയും കലയും നമ്മൾ ചേർക്കാൻ ശ്രമിക്കുകയാണ്. കല എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ ഒരു ലോകമാണ്, ശാസ്ത്രമാണെങ്കിൽ വേറൊരു വലിയ ലോകം. അപ്പൊ അങ്ങനെ രണ്ട് ലോകങ്ങളെ നമ്മൾ ചേർക്കാൻ നോക്കുമ്പോൾ അത് അതിൽ നിന്ന് വരുന്ന ഒരു റിസൾട്ട് വളരെ ഭംഗിയുള്ളതാണ്, വളരെ ആസ്വാദ്യകരമായിട്ടുള്ളതാണ്. അപ്പോ ചികിത്സ പലപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോ ആയുർവേദത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ പറയുകയാണ്, പല രോഗികൾക്കും കഷായം കുടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു ചികിത്സ, സംഗീത ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചികിത്സയുടെ ഒരു ഗുണം തരുന്നതിന്റെ കൂടെ തന്നെ മനസ്സിനെ കൂടി സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അതാണ് സംഗീത ചികിത്സയുടെ ഒരു പ്രത്യേകത. അപ്പൊ എന്താണ് സംഗീത ചികിത്സ എന്നുള്ളതിന് സംഗീതത്തിനെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, അതൊരു ശബ്ദത്തിന്റെ ഒരു ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ശബ്ദമാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ സംഗീത ചികിത്സ എന്ന് പറയുമ്പോൾ ശബ്ദത്തിനെ എങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് സംഗീത ചികിത്സ എന്ന് പറഞ്ഞ ഒരു ശാഖ തന്നെ തുടങ്ങുന്നത്. അപ്പോ ഈ സംഗീത ചികിത്സയുടെ പ്രവർത്തന രീതി അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇങ്ങനെയാണ് സംഗീത ചികിത്സ രോഗത്തിനെ രോഗശമനം വരുത്തുന്നത് എന്നുള്ള ഒരു ചിന്ത, ഈ ചിന്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. കാരണം സംഗീത ചികിത്സ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ വെറുതെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, അപ്പോ ഒരു സുഖം കിട്ടുക എന്നുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടിയും വളരെ വിശേഷപ്പെട്ട ചില അവസ്ഥകളിൽ പ്രത്യേകതയുള്ള ചില സംഗീതങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് ആ പ്രത്യേക രോഗങ്ങൾ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അതിനെ വികസിപ്പിച്ചെടുക്കണം എന്നുള്ളത് സംഗീത ഗവേഷകരുടെ ഇടയിൽ ഉള്ള ഒരു ചോദ്യമാണ്. അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പൊ അതിന് രണ്ട് വഴികളാണുള്ളത്. ഏറ്റവും നല്ല വഴി നിരീക്ഷണം എന്നുള്ളത് തന്നെയാണ്. കാരണം സംഗീതം എന്ന് പറയുന്നത് മനുഷ്യൻ തുടങ്ങിയ കാലം മുതൽക്കുള്ളതാണ്. പലതരത്തിലുള്ള സംഗീതം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോ അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ പല സംഗീതങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് മാനസികമായിട്ടൊരു സുഖം കിട്ടുന്നുണ്ട്. അത് പലപ്പോഴും അസുഖത്തിന്റെ കാഠിന്യത്തിനെ കുറയ്ക്കാൻ നമുക്ക്, അല്ലെങ്കിൽ അസുഖത്തിനെ സഹിക്കാൻ ഒക്കെ നമുക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ നിരീക്ഷണങ്ങളിൽ നിന്ന് നമ്മള് ഇപ്പോഴത്തെ കാലത്തൊക്കെയുള്ള റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ രാഗ ചികിത്സയിലൊക്കെയാണ്. മ്യൂസിക് തെറാപ്പിയുടെ മെയിൻ, ഇന്ത്യയിലൊക്കെയുള്ള മെയിൻ മ്യൂസിക് തെറാപ്പിസ്റ്റുകൾ ചെയ്യുന്ന ഗവേഷണം മുഴുവൻ രാഗ ചികിത്സ, ഏത് രാഗം ഏത് അസുഖത്തിന് കൊടുക്കാം എന്നുള്ള തരത്തിലുള്ള ഗവേഷണങ്ങളാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ അത് പലപ്പോഴും ഒരു രാഗം കേൾക്കുമ്പോൾ, കൊടുത്തു നോക്കുമ്പോൾ ആ ഒരു രാഗത്തിനെ ഒരു ചികിത്സയുടെ രീതിയിൽ പ്രയോഗിക്കുമ്പോൾ ചില അസുഖങ്ങൾ മാറുന്നതായിട്ട് കാണുന്നു.
അപ്പൊ നിരീക്ഷണത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അതില് ചില പാറ്റേൺസ് കണ്ടുപിടിച്ച് അതിനെ റെക്കോർഡ് ചെയ്ത് ആ രീതിയിൽ അതിനെ എംപയറിക്കൽ എവിഡൻസ് എന്നാ പറയുക. നമ്മൾ കാണുന്നു, അതിനനുസരിച്ച് അത് രേഖപ്പെടുത്തുന്നു, എന്നിട്ട് അത് പുതിയ ഒരു സിദ്ധാന്തമായിട്ട് മാറും. അതാണ് എംപയറിക്കൽ എവിഡൻസ്. അപ്പോൾ അത് പലപ്പോഴും ഒരു ഗവേഷണത്തിലൊക്കെ ബ്ലാക്ക് ബോക്സ് ഡിസൈൻ എന്ന് പറയും. നമുക്ക് കൃത്യമായിട്ട് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയില്ല, പക്ഷെ പ്രയോഗിച്ച് നോക്കുമ്പോൾ ഫലം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വിഭാഗം പ്രവർത്തന രീതി അല്ലെങ്കിൽ ഒരു വിഭാഗം സംഗീത ചികിത്സ നിലവിലുണ്ട്. അതാണ് ഏറ്റവും പോപ്പുലർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും പല രാഗങ്ങള്, ഇപ്പൊ നീലാംബരി രാഗം ഉറക്കത്തിന് നല്ലതാണ് എന്നുള്ളത് തുടങ്ങി പല പല രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഒന്നും ഇപ്പൊ ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെക്കാനിസം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ്. പക്ഷെ ഇത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നു, ശാന്തി കിട്ടുന്നു, മെന്റൽ പീസ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മനസ്സ് നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ ശരീരം നന്നായിരിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാം അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിന് നല്ല സുഖം കിട്ടുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് ശരീരത്തിനും അതിന്റെ നേട്ടങ്ങൾ കിട്ടുന്നു. പലതരത്തിലുള്ള അസുഖ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ അസുഖത്തിനെ സഹിക്കാനുള്ള ശേഷി, അസുഖത്തിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടുക പോലെയുള്ള പല ലാഭങ്ങൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നു. ഇതാണ് സംഗീത ചികിത്സയുടെ ഒരു പ്രവർത്തന രീതി. അതുകൂടാതെ സയന്റിഫിക് ആയിട്ട് അതിന്റെ മെക്കാനിസം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര്, ആ ഗവേഷകര്, അവര് കൂടുതലും സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറഞ്ഞു ശബ്ദ തരംഗങ്ങളാണ്. ശബ്ദം തന്നെയാണ്, ഒരു മാധുര്യമുള്ള ശബ്ദമാണ് സംഗീതം എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോ അടിസ്ഥാനപരമായിട്ട് സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദ തരംഗങ്ങളാണ്. അപ്പൊ ഈ ശബ്ദ തരംഗങ്ങൾ ഇപ്പോ നമുക്കറിയാം, ഇപ്പോ ലൈറ്റ് ആൻഡ് സൗണ്ട്, ഇപ്പോ വെളിച്ചം എന്ന് പറയുമ്പോഴും ശബ്ദം എന്ന് പറയുമ്പോഴും രണ്ടും തരംഗങ്ങളാണ്. പക്ഷെ രണ്ടും തമ്മില് വ്യത്യാസമുണ്ട്. ഇപ്പോ ലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നാണ് പറയുക. അപ്പൊ അവിടെ ഊർജ്ജമാണ് മെയിൻ ആയിട്ട്. പക്ഷെ ശബ്ദം എന്ന് പറയുന്ന സമയത്ത് അതിനെ ഒരു മെക്കാനിക്കൽ തരംഗമായിട്ടാണ് പറയുക. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെക്കാനിക്കൽ തരംഗം എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ഭൗതികമായിട്ടുള്ള കണങ്ങൾ നീങ്ങുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പൊ ഒരാള് സൈഡിൽ നിന്നൊരു കാര്യം പറയുകയാണ്, ഞാനത് കേൾക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്ന ആളുടെ അല്ലെങ്കിൽ ആ ശബ്ദത്തിന്റെ ഉറവിടം തൊട്ട് ഞാൻ കേൾക്കുന്ന ആ ഭാഗം, കേൾക്കുന്ന ആള് നിൽക്കുന്ന ആ സ്ഥലം വരെയുള്ള അവിടെയുള്ള എയറിന്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആ കണങ്ങള് ശരിക്കും അവിടെ നീങ്ങുന്നുണ്ട്. അതാണ് മെക്കാനിക്കൽ തരംഗത്തിന്റെ ഒരു വ്യത്യാസം. ഈ ഒരു സിദ്ധാന്തം ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മള് ചെവി കൊണ്ട് കേൾക്കുന്നതും മനസ്സിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നതും ഒക്കെ പോട്ടെ, ഈ ഒരു കാര്യം വെച്ച് നമ്മൾ കേൾക്കുന്ന ശബ്ദം നമ്മളുടെ ചെവിയോ മനസ്സോ മാത്രമല്ല, നമ്മുടെ ശരീരവും കേൾക്കുന്നുണ്ട്. അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മളൊരു ശബ്ദം കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദം പോലും നമ്മുടെ ശരീരം ആസ്വദിക്കുന്നുണ്ട്. അതാണ് അതിലത്തെ ഏറ്റവും വലിയ ഒരു കാര്യം. ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് പല റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസർച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പലരും കേട്ടിട്ടുണ്ടാവും, ഒരു ജാപ്പനീസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ മസാറു ഇമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ്. അദ്ദേഹം ഒരു പഠനം നടത്തി. ആ പഠനം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡാമിൽ നിന്ന് വെള്ളമെടുത്ത് ഈ വെള്ളത്തിനെ പലതരത്തിലുള്ള ശബ്ദം കേൾപ്പിച്ചു. അതിനുശേഷം അവര് ഈ വെള്ളത്തിനെ ക്രിസ്റ്റലൈസ് ചെയ്ത് അതിന്റെ ഒരു ഘടന എങ്ങനെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് എന്ന് മൈക്രോസ്കോപ്പിലൂടെ നോക്കി. അവര് കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അതിന്റെ ചില പടങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഡോക്ടർ മസാറു ഇമോട്ടോ. അപ്പോ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ പല പടങ്ങളായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോ ഈ ഒരു 2 പടങ്ങളുണ്ട്. ആദ്യത്തെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഡാമിലെ വെള്ളം ആദ്യം എങ്ങനെയായിരുന്നു അങ്ങനെയുള്ളതാണ്. അതിനുശേഷം ആ വെള്ളത്തിനെ മുന്നിൽ വെച്ച് അവര് ഒരു പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം
വെള്ളത്തിന്റെ ഘടനയ്ക്ക് വന്നിരിക്കുന്ന മാറ്റമാണ് വലത് ഭാഗത്ത് കാണുന്നത്. ഇത്ര അധികം വ്യത്യാസമോ? അതുപോലെ തന്നെ ഈവിൾ എന്ന് പറഞ്ഞ ഒരു വാക്ക്, അതായത് നാശം അല്ലെങ്കിൽ ഒരു ദുഷിപ്പ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഇതാണ് ഈവിൾ. ഈവിൾ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞതിന് ശേഷം അതേ വെള്ളത്തിന്റെ ഘടനയാണ് ഈ കാണുന്നത്. ഇനി പലതരം സംഗീതങ്ങൾ, ഇത് ഹെവി മെറ്റൽ മ്യൂസിക് കേട്ടതിന് ശേഷമുള്ള ഘടനയാണ്. ഇത് മൊസാർട്ട് എന്ന് പറഞ്ഞ സംഗീതജ്ഞന്റെ സിംഫണി, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ്. അതിനുശേഷം അത് കേൾപ്പിച്ചതിന് ശേഷമുള്ള വെള്ളത്തിന്റെ ഘടനയാണ്. ഇത് ബീറ്റിൽസ് എന്ന് പറഞ്ഞ ബാൻഡിന്റെ യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗീതം കേൾപ്പിച്ചതിന് ശേഷം. ഇത് ജോൺ ലെന്നൻ എന്ന് പറഞ്ഞ സംഗീതജ്ഞന്റെ ഇമാജിൻ എന്ന് പറഞ്ഞ സംഗീതം കേൾപ്പിച്ചതിന് ശേഷം. അപ്പോ ഇങ്ങനെയാണ് പല രീതിയില് ഘടനയ്ക്ക് മാറ്റം വരുന്നത്. അപ്പോ നമ്മൾ പറയുന്നത് വെള്ളത്തിനെ പറ്റിയാണ്. നമുക്കറിയാം നമ്മളുടെ ഭൗതികമായിട്ടുള്ള ശരീരത്തിന്റെ കൂടുതൽ ഭാഗവും വെള്ളമാണ്. അപ്പൊ ദിവസവും പലതരം ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ശരീരത്തിന്റെ ഘടനാപരമായ മാറ്റങ്ങൾ, ഓരോ മോളിക്യൂൾസിലും, ഓരോ സെൽസിൽ ഉള്ള ഓരോ മോളിക്യൂൾസിലും വരാവുന്ന മാറ്റങ്ങളാണ്, അതിന്റെ ഒരു രൂപമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ മനസ്സ് മാത്രമല്ല, അല്ലെങ്കിൽ ചെവിയിലൂടെ മനസ്സ് മാത്രമല്ല ശബ്ദങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ സംഗീതം കേൾക്കുന്നത്, നമ്മുടെ ശരീരവും കേൾക്കുന്നുണ്ട്. ഇതിന്റെ വളരെ വലിയ എക്സാമ്പിൾ ആണ്, നമ്മളിപ്പോ ഒരു സ്പീക്കറിന്റെ മുമ്പിൽ കുറെ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു തളർച്ച തോന്നും, ശാരീരികമായിട്ടും ഒരു തളർച്ച തോന്നും. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന പല നിരീക്ഷണങ്ങളാണ്. അപ്പോ ഇതാണ് ഒരു പുതിയതായിട്ട് ഇപ്പോ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്ന, അതായത് ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നടക്കുന്ന സംഗീത ചികിത്സയുടെ ഒരു വിഭാഗം. ശരീരത്തിൽ ശബ്ദതരംഗങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു, എങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നു, എങ്ങനെയാണ് ശരീരവുമായിട്ട് ഈ ശബ്ദതരംഗങ്ങൾ ഇടപെടുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഗവേഷണങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി സംഗീത ചികിത്സയുടെ പല വകഭേദങ്ങളെ പറ്റി പറയുകയാണ്. അപ്പോ പല വകഭേദങ്ങൾ എന്ന് പറയുന്നത് വെച്ച് ഞാൻ പല തരം അപ്രോച്ചസ് എന്നുള്ള രീതിയിലാണ്. അതായത് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ദർശനങ്ങൾ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഞാൻ സംഗീത ചികിത്സ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്ക് സംഗീതത്തിനെ ഏത് രീതിയിലാണ് ഞാൻ സമീപിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ പല തരത്തിൽ നമുക്ക് സമീപിക്കാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതം എന്ന് പറഞ്ഞ ഒരു കലയാണ്. അപ്പൊ കലയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനോധർമ്മമാണ്. ഈ കലയും ശാസ്ത്രവും കൂടി ചേർക്കുമ്പോൾ ശാസ്ത്രത്തിൽ മനോധർമ്മം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രം കലയായി മാറുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോ അതിന്റെ പല വകഭേദങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പലതരത്തിലുള്ള അപ്രോച്ചസ്, അല്ലെങ്കിൽ പല സംഗീത ചികിത്സയിലുള്ള പല ദർശനങ്ങൾ. അപ്പോൾ ഇതിൽ ഓരോന്നും ഞാൻ ഇപ്പൊ സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ ഓരോന്നും ചെറുതായിട്ടൊന്ന് പറയാം. അപ്പോൾ ആദ്യം പറഞ്ഞ സൗണ്ട് തെറാപ്പി എന്ന് പറഞ്ഞ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ശബ്ദം, അതായത് ഇപ്പോ അത് ഫ്രീക്വൻസി വെച്ചിട്ടാണ് പോകുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദം എന്റെ ശരീരത്തിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത്, എന്റെ ശരീരത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിക്കും വളരെ വളരെ ശക്തിയുള്ള ഒരു വിഭാഗമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ശബ്ദം കൊണ്ട് എതിരാളികളെ തുരത്താൻ പറ്റുന്ന യന്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമുക്കറിയാം ലോകം മുഴുവൻ ശബ്ദ തരംഗങ്ങളാണ്. അതായത് എന്തൊരു സാധനവും അനങ്ങുന്ന സമയത്ത് അത് ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്, അതൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല എന്നേ. നമുക്ക് 20 ഹേർട്സിന്റെ താഴെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനിങ്ങനെ കൈ ഇങ്ങനെ ആട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദം ഉണ്ടാകുന്നുണ്ട്. എനിക്കിത് കേൾക്കാൻ പറ്റാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ 20 വട്ടമെങ്കിലും എനിക്ക് കൈ പെട്ടെന്ന് അനക്കാൻ പറ്റി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ശബ്ദം ഉണ്ടാവും. ഈ അനക്കത്തിൽ നിന്നൊരു ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം എനിക്ക് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ശബ്ദം ഇല്ല എന്നല്ല, അത് വളരെ ഫ്രീക്വൻസി കുറഞ്ഞ ഒരു ശബ്ദമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കുറഞ്ഞ ഫ്രീക്വൻസികൾ ശരിക്കും ശരീരത്തിനെ വളരെയധികം എഫക്ട് ചെയ്യും എന്നുള്ളതാണ്
പറയപ്പെടുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാൻ പാകത്തിന് പറയുകയാണ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബില് ബൈനോറൽ ബീറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈനോറൽ ബീറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ട്രാക്കുകൾ കിട്ടും. ഇതിലെ പല ട്രാക്കുകളും ഈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ സൗണ്ട് തെറാപ്പി എന്നുള്ളതിന്റെ അടിയിൽ വരുന്ന ഫ്രീക്വൻസി ബേസ്ഡ് ആയിട്ടുള്ള ചില തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ശബ്ദങ്ങളാണ്. അപ്പൊ അത് ഇപ്പൊ പലരും ബൈനോറൽ ബീറ്റ്സ് മുടി വളരാൻ വരെ ബൈനോറൽ ബീറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ ലെവലിലേക്കാണ് അതിന്റെ ഗവേഷണങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, വെയിറ്റ് കൂട്ടാൻ വേറൊരു ഫ്രീക്വൻസി, പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ഫ്രീക്വൻസി, ഉറങ്ങാൻ മറ്റൊരു ഫ്രീക്വൻസി, എനർജി കൂട്ടാൻ ഒരു ഫ്രീക്വൻസി, എനർജി കുറയ്ക്കാൻ ഒരു ഫ്രീക്വൻസി, അങ്ങനെയുള്ള രീതിയിൽ പലതരത്തില് അവര് ഫ്രീക്വൻസി ബേസ്ഡ് ആയിട്ടുള്ള സംഗീത ചികിത്സ പോകുന്നുണ്ട്. അത് ഒരു ഭാഗം. പിന്നെ ഉള്ളത് ഫീൽ ഗുഡ് ആയിട്ടുള്ളത്. ഫീൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയമായിട്ട് അധികം ചിന്തിക്കാതെ നമ്മളൊരു നല്ല ഭജന കേൾക്കുക, അല്ലെങ്കിൽ ഒരു നല്ല കച്ചേരി കേൾക്കുക. അത് കേൾക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ മനസ്സാകെപ്പാടെ ഒരു റിഫ്രഷ്ഡ് ആവുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ശാരീരികമായിട്ടുള്ള ഒരു സ്വാസ്ഥ്യം, അതാണ് ഫീൽ ഗുഡ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രാഗ ബേസ്ഡ്. അപ്പോൾ ഞാൻ മ്യൂസിക് തെറാപ്പി ചെയ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാഗത്തിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇന്ന രാഗം എങ്ങനെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉദാഹരണം, നീലാംബരി രാഗം ഉറക്കത്തിന് നല്ലതാണ് എന്ന് പറയുന്ന പോലെയുള്ള പല ഫോർമുലകൾ അത് വെച്ചിട്ടാണ് ഈ രാഗ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി. പിന്നെ ആയുർവേദിക് മ്യൂസിക് തെറാപ്പി ഉണ്ട്. ആയുർവേദിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ആയുർവേദത്തില് എനിക്ക് തോന്നുന്നു അതിന് മുന്നേ പല ക്ലാസ്സുകളും ഉണ്ടായിട്ടുണ്ടാവും. ത്രിദോഷങ്ങളെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ സംഗീതം എങ്ങനെ ത്രിദോഷങ്ങളെ ക്രമീകരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഒരു ദോഷത്തിനെ കൂട്ടുന്നു, ഒരു ദോഷത്തിനെ കുറയ്ക്കുന്നു, അതിന് ഏത് തരം സംഗീതമാണ് വേണ്ടത് എന്നുള്ള ഒരു രീതിയിലാണ് ആയുർവേദ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി പോകുന്നത്. പിന്നെ ഉള്ളത് പ്രോട്ടോകോൾ ബേസ്ഡ് ആണ്. അപ്പൊ പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഓട്ടിസം ഉള്ള ഒരു കുട്ടി വരികയാണ്. ആ കുട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് മ്യൂസിക് തെറാപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന അസുഖമാണ്, ഇന്ന അസുഖത്തിന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന് ആദ്യം നമ്മൾ ആ കുട്ടിയെ കൊണ്ട് പാട്ട് പാടിക്കണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം. അങ്ങനെയുള്ള രീതിയിൽ പല പല അവസ്ഥയ്ക്ക് അനുസരിച്ച് ചില പ്രോട്ടോകോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അത് അതേപോലെ ഫോളോ ചെയ്യുന്നതാണ് പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി. പിന്നെ ഉള്ളത് മന്ത്ര ബേസ്ഡ് മ്യൂസിക് തെറാപ്പി ഉണ്ട്. അപ്പൊ മന്ത്ര ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി എല്ലാവർക്കും പറ്റിയതല്ല. കാരണം നമ്മൾ സാധാരണ ഇപ്പൊ നാമം ജപിക്കുന്ന സമയത്തുള്ളത് കുഴപ്പമില്ല. പക്ഷെ ചില വേദമന്ത്രങ്ങളും സിദ്ധമന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ മന്ത്രങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചാരണം ശരിയായില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോ അത് എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത്, അതിന്റെ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് പറഞ്ഞിട്ടുള്ള പല രീതികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ചൊല്ലേണ്ട പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഗുണം കിട്ടുന്ന, വളരെ പെട്ടെന്ന് ഗുണം കിട്ടുന്ന പല മന്ത്രങ്ങളുണ്ട്. ഇപ്പൊ മഹാമൃത്യുഞ്ജയ മന്ത്രം അറിയാം, ഗായത്രി മന്ത്രം അറിയാം. അപ്പൊ അതൊക്കെ ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലേണ്ട മന്ത്രങ്ങളാണ്. അതുപോലെ ഇഷ്ടം പോലെ ഇപ്പൊ വീരസിംഹാവലോകനം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിൽ പലതരം മന്ത്രങ്ങൾ ഓരോ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ സിദ്ധ യോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിദ്ധ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇഷ്ടം പോലെ മന്ത്രം വെച്ച് ചികിത്സിക്കുന്ന രീതികളുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള നാദോപാസന എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ശൈവിസം, കാശ്മീരി ശൈവിസത്തിലും ഒക്കെ ഈ നാദത്തിനെ അവര് ഉപാസിക്കുന്നു. അപ്പോ ആഹതനാദം, അനാഹതനാദം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അനാഹതനാദത്തിനെ അവര് ഉപാസിക്കുകയും ആഹതനാദത്തിനെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന പല രീതികളാണ്. ഇത് മന്ത്ര ബേസ്ഡ് ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും പറ്റിയതല്ല. വളരെയധികം ട്രെയിൻഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ദീക്ഷയൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ മന്ത്ര ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതാണ് കുറച്ച് മ്യൂസിക് തെറാപ്പിയുടെ ചില വകഭേദങ്ങൾ. ഇനി ഇന്നത്തെ മെയിൻ ഭാഗത്തേക്ക് നമുക്ക് പോകാം. നിത്യജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് സംഗീത ചികിത്സയെ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകാൻ സാധ്യതയുള്ള ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിലാണ്, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സംഗീതത്തിനെ ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനാണ്. അപ്പൊ അതിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സംഗീത ചികിത്സയ്ക്ക് ആവശ്യമായ പല കാര്യങ്ങൾ, അതിൽ സംഗീത ചികിത്സ നല്ല രീതിയിൽ ഫലവത്താകാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന പല ഘടകങ്ങൾ
അതാണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ നോക്കാനുള്ളത് പല രീതികൾ, അതായത് പല ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് സംഗീത ചികിത്സയെ എഫക്റ്റീവായിട്ട് ഒരു റെഗുലർ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. പിന്നെ അതുകൂടാതെ ഏത് സംഗീതത്തിനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഈ ഒരു ഡയഗ്രാം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു ഒരു ഈ സംഗീതം അതിന്റെ ഒരു ഉത്പത്തി സ്ഥാനമുണ്ട്. അത് കൂടാതെ അതിനൊരു സഞ്ചരിക്കാൻ ഒരു മാധ്യമം വേണം. അത് കൂടാതെ അതിനെ റിസീവ് ചെയ്യാൻ മെയിൻ ആയിട്ട് നമ്മളുടെ ചെവി. ഇത്രയും കാര്യങ്ങളാണ് സംഗീത ചികിത്സയിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. അപ്പോ സോഴ്സ്, അതിന്റെ ഉത്പത്തി സ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ഫോണുകളുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, മറ്റ് ഗാഡ്ജറ്റ്സ് ഉണ്ട്, സ്പീക്കറുകൾ, ബ്ലൂടൂത്ത് സ്പീക്കറുകളൊക്കെ വളരെ സുലഭമായിട്ടുള്ള ഒരു കാലമാണ്. അപ്പൊ നമുക്ക് അതൊരെണ്ണം നമുക്ക് എവിടെന്നെങ്കിലും കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇന്നത്തെ കാലത്തില്ല. അപ്പൊ അതിൽ തന്നെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ഏറ്റവും നല്ലത് ഇപ്പൊ സ്പീക്കർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ബ്ലൂടൂത്ത് സ്പീക്കർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഫോണിൽ നിന്ന് ഡയറക്റ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഒരു സമയപരിധി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം വളരെയധികം ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ചെവിയുടെ കേൾവിശക്തി പ്രശ്നമാകുന്ന ആൾക്കാരെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ചിട്ടുള്ള ഒരു സംഗീത ചികിത്സാ രീതി അത്ര അധികം നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ ചില സ്പെഷ്യൽ കണ്ടീഷൻസിൽ ഇപ്പോൾ ICUലൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ICUലെ ബാക്കി പേഷ്യൻസ്, അവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് ഉറക്ക പാട്ടൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു പേഷ്യന്റിന് നമുക്ക് കുറച്ച് കോമയിലുള്ള പേഷ്യന്റ് ആണ്, അപ്പോൾ ഹെഡ് ഇഞ്ചുറി പറ്റിയ പേഷ്യന്റ് ആണ്, അപ്പോൾ അവർക്ക് മ്യൂസിക് തെറാപ്പി കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു കാര്യമാണെങ്കിൽ പലപ്പോഴും കഴിയുന്നതും ഹെഡ്സെറ്റ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ സമയോചിതമായിട്ടും അവസരോചിതമായിട്ടും നമുക്കിപ്പോൾ ഉപയോഗിക്കേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അതിനൊരു ലിമിറ്റ് വെക്കുന്നത് നല്ലതാണ്. എന്നാലും മറ്റതാണ് നല്ലത്, ഡയറക്റ്റ് ആയിട്ട് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ഒരു കാര്യം. പിന്നെ ഹെഡ്സെറ്റിന്റെ ഉള്ളിൽ തന്നെ ചെവിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഹെഡ്സെറ്റിനെക്കാട്ടിലും നല്ലത് പുറത്ത് തന്നെ നിൽക്കുന്ന ഹെഡ്സെറ്റുകളാണ്. പിന്നെ പൊതുവെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനെക്കാട്ടിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുള്ളത് വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശബ്ദത്തിന്റെ ഉത്പത്തി സ്ഥാനം അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ ലൗഡ്നെസ് അല്ലെങ്കിൽ വോളിയം എത്ര വെക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മളിപ്പോ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ചിപ്പോ കുറെ പേര് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ മ്യൂസിക് തെറാപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ഒരു തരം പാട്ട് വെക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഇറിറ്റേറ്റ് ആവുന്ന ആൾക്ക് പോലും അരോചകമാവാത്ത രീതിയിൽ ഉള്ള വോള്യത്തിൽ വേണം വെക്കാൻ. കാരണം നമുക്ക് സുഖകരമായിട്ടുള്ള വോള്യം എന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ അവിടെ ഉള്ള ബാക്കിയുള്ള എല്ലാവർക്കും ആകെ ഇറിറ്റേറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു വോള്യം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ. അപ്പൊ ഒരു സാമൂഹികമായിട്ടുള്ള ഔചിത്യം നമ്മൾ ഇതിൽ ലൗഡ്നെസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ട്രാൻസ്മിഷൻ മീഡിയം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് അവസരം നോക്കിയിട്ട് അതിനൊക്കെ പറ്റിയ ഉചിതമാണോ എന്നൊക്കെ നോക്കി നമ്മളുടെ യുക്തിപൂർവം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നമ്മുടെ ചെവി കേൾവി ശക്തി ഏറ്റവും നല്ല രീതിയിൽ ആക്കി വെക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലുള്ള ചികിത്സകൾ, ഇപ്പോ ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇയർ വാക്സ് അടിഞ്ഞുകൂടാൻ കൂടെ അടിഞ്ഞുകൂടുന്ന ഒരു അവയവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ സമയാസമയം ക്ലീൻ ചെയ്യുക, ചെവി ഒന്ന് ക്ലീൻ ചെയ്യുക, മറ്റേ വാക്സ് എടുത്ത് കളയുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ കേൾവിക്ക് പറ്റുന്ന പല എക്സസൈസുകൾ ഉണ്ട്. അതിലൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ഞാൻ ഇന്ന് കാണിച്ചു തരാം. നമുക്കൊപ്പം ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ അവസാനത്തെ ഒരു പ്രയോഗ രീതി കാണിച്ചു തരുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നേ നമുക്ക് ആ ഒരു എക്സസൈസും എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ ഒരു ടോക്കിന്റെ അവസാനത്തെ ഒരു 15 മിനിറ്റോളം ഞാൻ ഒരു പ്രാക്ടിക്കൽ ഡെമോ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെമോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ആ സമയമാകുമ്പോഴേക്കും അവസാനത്തെ ഒരു 15 മിനിറ്റ് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കാനോ കിടക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.
ഏറ്റവും ഫലവത്തായിട്ട് നമുക്ക് ആ ഒരു ഡെമോനെ ഉപയോഗിക്കാം. ഞാൻ ഡെമോ കാണിച്ചു തരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം ഇനി പല രീതികൾ, പല മെത്തേഡ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസൈൻസ്, പല ഡിസൈൻസ് അല്ലെങ്കിൽ പല മോഡൽസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന് ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽ നമ്മൾ നമ്മളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചും നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ചൊരു സർഗാത്മകമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാലും വളരെ കോമൺ ആയിട്ട് പ്രാക്ടിക്കലി വളരെ വളരെ ഫലപ്രദമായി കണ്ടിരിക്കുന്ന ചില ഡിസൈൻസ് ഒരു ഉദാഹരണം എന്നുള്ള രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡിസൈൻസിൽ ഏറ്റവും പറ്റിയ ഡിസൈൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റഡി ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആണ്. എല്ലാ ദിവസവും പാട്ട് കേൾക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. അതില് പല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കും. ഒരു ദിവസത്തില് കുറച്ചു നേരം നമ്മൾ നമ്മൾക്കായിട്ട് ശ്രദ്ധ കൊടുക്കുന്നു, സ്വയം നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുന്നു എന്നുള്ള ഒരു കാര്യം. ഈ ഒരു ചെറിയ കാര്യം, ഇത് സംഗീതം മാത്രമായിക്കൊള്ളുന്നില്ല, വേറെ ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ നമ്മളുടെ ശരീരത്തിനെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമുക്കായിട്ട് നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റി വെക്കുന്നു എന്നുള്ളത് സ്വാസ്ഥ്യത്തിന് വളരെ വളരെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ അത് സംഗീതത്തിന്റെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി ദിവസത്തില് കുറച്ചു നേരം മാറ്റിവെക്കാം. അതൊരു ഫിക്സ്ഡ് സമയമായിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോ രാത്രി ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ശീലമാണ്. അപ്പൊ ഈ നടക്കുന്ന സമയത്ത് ഇപ്പോ രാത്രി അത്താഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നടക്കുക എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ നടക്കുന്നതിന്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഈ സമയം ഞാൻ മാറ്റിവെക്കുന്നു. അപ്പൊ ഞാനൊരു 7 മണിക്ക് ഭക്ഷണം കഴിക്കാൻ അത്താഴം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 7-7:15 ആകുമ്പോഴേക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ 7:30 വരെയുള്ള സമയം, 7:15 തൊട്ട് 7:30 വരെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ കേട്ടുകൊണ്ട് നടക്കും എന്ന് വിചാരിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ഇത് ചെറിയൊരു കാര്യമാണെങ്കിലും അതിപ്പോ നമുക്ക് എത്ര സമയം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് സമയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. എന്നാലും ഒരു 10 മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. അരമണിക്കൂറോളം പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിൽ കൂടുതൽ പറ്റുന്നവര് സമയത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോ ഇത് വളരെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അപ്പോഴാണെങ്കിലും കുഴപ്പമില്ല. അതാണ് അടുത്തൊരു ഡിസൈൻ. അതായത് നമ്മൾ ചെയ്യുന്ന പല ജോലികളും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചില ജോലികൾ ഇപ്പോ പ്രാക്ടിക്കലി ഇപ്പൊ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അടിച്ചു വാരുന്ന സമയം, വീട് അടിച്ചു വാരുന്ന സമയം, അല്ലെങ്കിൽ കുറെ പാത്രങ്ങളുണ്ട് സിങ്കില്, പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം ആ സമയം. ഇത് എല്ലാവർക്കും അത്ര വലിയ താല്പര്യമുള്ള ജോലി ആയിക്കൊള്ളുന്നില്ല. ഇതൊരു ജോലിയായിട്ട് തന്നെ എടുക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു ഇത് ചെയ്യുന്ന സമയത്തുള്ള ഒരു വൈരസ്യം കുറയ്ക്കാനൊക്കെ സംഗീതം വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കിതൊരു ജോലിയായിട്ട് തോന്നില്ല. പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പാട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് നമ്മൾ നിത്യം ചെയ്യുന്ന ഒരു ജോലിയാണ്. അതൊരു മസിൽ മെമ്മറി ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ കൂടെ ഈ പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു സമയം നമുക്ക് ഉണ്ടാകുന്ന ഒരു വൈരസ്യം കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. അപ്പൊ പലപ്പോഴും വീടുകളിൽ പ്രശ്നമൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ കുറെ പാത്രങ്ങൾ കഴുകാനുണ്ട്, അരമണിക്കൂർ എടുത്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, അത് കഴിയുമ്പോഴേക്കും മനസ്സാകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ നമ്മള് ആരോട് വർത്താനം പറയുകയാണെങ്കിലും ഭയങ്കര ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ പ്രതികരിക്കും. അങ്ങനെയുള്ള അവസ്ഥകൾ വളരെ പ്രാക്ടിക്കലി കുറെ കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് മാനസികവും ശാരീരികവും മാത്രമല്ല, സാമൂഹികമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഫാമിലിയിലുള്ള അറ്റ്മോസ്ഫിയറിനും നമ്മുടെ ഹെൽത്ത് തീരുമാനിക്കുന്നതിൽ വളരെ വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങളുണ്ട്. അതായത് സ്വാസ്ഥ്യത്തിൽ നിന്നും നമ്മളെ വഴുതി മാറാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ചെറിയ ചെറിയ ഘടകങ്ങളുണ്ട്. ഇതിനെ ഒഴിവാക്കാൻ ഈ സംഗീതത്തിന്റെ ചെറിയ ഇടപെടലുകൾ കൊണ്ട് സാധിക്കും. അപ്പോ നമുക്ക് ആലോചിച്ചാൽ മതി, നമ്മളിപ്പോ ഏറ്റവും ദേഷ്യത്തോടെ ചെയ്യുന്ന ജോലി എന്താ? ആ ജോലിയുടെ വൈരസ്യം കുറയ്ക്കാൻ സംഗീതത്തിന് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ ഡിസൈനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും.
അതാണ് അടുത്തൊരു സ്റ്റഡി ഡിസൈൻ. പിന്നെയുള്ളത് പാട്ട് പഠിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ. പാട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് പോലെയല്ല. നമ്മളുടെ ശരീരം ഇപ്പൊ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില സ്റ്റെപ്പുകളൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഫ്ലെക്സിബിലിറ്റി ഒക്കെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ ഒരു സ്ഥൈര്യമൊക്കെ കുറയും. അപ്പോൾ ആ പ്രശ്നം സാധാരണ പാട്ടിന് അത്രയ്ക്ക് കാണാറില്ല. അപ്പോൾ നമുക്ക് പാട്ട് പഠിച്ച് തുടങ്ങാൻ പ്രത്യേകിച്ച് വയസ്സൊന്നുമില്ല. ഏറ്റവും നല്ലത് ചെറുപ്പത്തിലേ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അത് പെർഫോമർ ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കലാകാരനായിട്ട് സ്റ്റേജിൽ സ്ഥിരം കച്ചേരിയൊക്കെ നടത്താനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറുപ്പം മുതലേ പഠിപ്പിച്ച് തുടങ്ങുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംഗീതം പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. നമുക്ക് ഏതൊരു കാലത്തും പഠിച്ചു തുടങ്ങാം. പഠിച്ചു തുടങ്ങാൻ വേണ്ടി നമുക്കിപ്പോൾ ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്. ഓൺലൈൻ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകൾ ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. വീടിന്റെ അടുത്ത് തന്നെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇഷ്ടം പോലെ പാട്ട് ക്ലാസ്സുകൾ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ പാട്ട് പഠിക്കാൻ പറ്റും. പാട്ട് മാത്രമല്ല, പല ഇൻസ്ട്രുമെന്റ്സും പഠിക്കാൻ പറ്റും. ഇപ്പൊ ഇൻസ്ട്രുമെന്റ്സും വളരെ കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇത് നമ്മള് ചികിത്സ എന്നുള്ള രീതിയിൽ ഒരു മരുന്ന് എഴുതി കൊടുക്കുന്നത് പോലെ ഒരു പ്രിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുക്കാറുണ്ട്. പക്ഷെ അത് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനിലാണ്. ഉദാഹരണത്തിന് ഭയങ്കര ആൻസൈറ്റി, എപ്പോഴും സ്ട്രെസ് ഒക്കെ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവര് മൃദംഗമോ തബലയോ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള ചലനങ്ങൾ ക്രമീകരിക്കാൻ ഈ മൃദംഗം, തബല പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സിന് വളരെയധികം സഹായിക്കാൻ സാധിക്കും. അതാണ് അതിന്റെ ഒരു രീതി. അതേപോലെ തന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നന്നാക്കാൻ നമ്മൾ ഫ്ലൂട്ട് പഠിക്കുന്നത്, ഓടക്കുഴൽ വായിക്കാൻ പഠിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കോർഡിനേഷൻ, നമുക്ക് രണ്ട് കൈയും തമ്മിൽ ഉള്ള കോർഡിനേഷൻ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓർമ്മ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കീബോർഡ് പഠിക്കുന്നത് നല്ലതാണ്. കാരണം കീബോർഡിൽ വായിക്കുന്ന സമയത്ത്, വെസ്റ്റേൺ കീബോർഡ് വായിക്കുന്ന സമയത്ത് ഇടത്തെ കൈയും വലത്തെ കൈയും രണ്ടും രണ്ട് രീതിയിൽ പോകണം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ കീബോർഡ് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ പ്രത്യേക കണ്ടീഷൻസിൽ പ്രത്യേക ഇൻസ്ട്രുമെന്റ്സ് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ജനറലി ആർക്കും ഏത് ഇൻസ്ട്രുമെന്റും പഠിക്കാം. താല്പര്യം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോ പ്രത്യേകിച്ച് നമ്മൾ കലാകാരനാവാൻ വേണ്ടി പഠിക്കുകയല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അത്രയും ചിട്ടയായിട്ട് എല്ലാ ദിവസവും സാധകം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും അത്ര നിഷ്കർഷ ചെയ്യണം എന്നില്ല. നമ്മൾ നമ്മളുടെ ഒരു സ്വയം ഒരു ശാന്തതയ്ക്ക് വേണ്ടിയിട്ടും ഒരു സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റോ അല്ലെങ്കിൽ പാട്ടോ പഠിക്കുക. അങ്ങനെ പഠിക്കാൻ പോകുന്നതാണ് അടുത്ത ഒരു ഡിസൈൻ, മ്യൂസിക് തെറാപ്പി പ്രാക്ടിക്കൽ ഡിസൈൻ. അടുത്തത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ അതിനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോ ഉറങ്ങാൻ വേണ്ടിയിട്ട്, ഇപ്പോ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു ആള്, അദ്ദേഹം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങണമെങ്കിൽ അദ്ദേഹത്തിന് മഴയുടെ ശബ്ദം കേൾക്കണം. അപ്പോ മഴയുടെ ശബ്ദം വെച്ച് കേട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ല സുഖമുള്ള ഒരു ഉറക്കം കിട്ടും. രാവിലെ വളരെ ഫ്രഷ് ആയിട്ട് എണീക്കും. അപ്പോ അങ്ങനെയുള്ള രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഗീതത്തിനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഗീത ചികിത്സാ രീതിയാണ് ഡ്രം ജാം എന്ന് പറയും. ഡ്രം ജാം അത് സാമൂഹികമായിട്ടുള്ള സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പലർക്കും അറിയുന്നുണ്ടാവും ഈ സ്കൂളുകളിൽ കുട്ടികൾ എങ്ങനെയാ ചെയ്യുക. എസ്പെഷ്യലി ബാക്ക് ബെഞ്ചേഴ്സ്, അവര് ഈ ഒഴിവ് സമയത്തൊക്കെ പാട്ടൊക്കെ പാടി ബെഞ്ചുമേയും ഡെസ്കുമയൊക്കെ ഇങ്ങനെ കൊട്ടിയിട്ട് അവര് ഇങ്ങനെ ആസ്വദിക്കാറുണ്ട്. ഇതൊരു സംഗീത ചികിത്സാ രീതിയായിട്ട് ചെയ്യാറുണ്ട്. അതായത് ഇതെങ്ങനെയാ ചികിത്സയായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഈ സംഗീത ചികിത്സകൻ അങ്ങോട്ട് പോകും. കുറച്ച് ഡ്രംസ് ഉണ്ടാവും അദ്ദേഹത്തിന്റെ കയ്യിൽ. എന്നിട്ട് അദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് ഒരു ഡ്രം വായിക്കാൻ തുടങ്ങും ഉറക്കെ. ഉടനെ ആൾക്കാരൊക്കെ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി കൂടുന്ന സമയത്ത് അവർക്കൊക്കെ ഓരോ ഡ്രംസ് കൊടുക്കും. എന്നിട്ട് ഒരു താളം ഇങ്ങനെ തുടങ്ങിയിട്ട് അതേ താളം എല്ലാവരും ഇങ്ങനെ വായിക്കും. എന്നിട്ട് അതിനനുസരിച്ച് ഓരോരുത്തരും ചെറിയ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോ ആ ഒരു സാഹചര്യം മൊത്തം മാറും. അതേപോലെ നിങ്ങൾക്ക് കുടുംബത്തിൽ ചെയ്യാവുന്നതാണ്. ഒരു 3-4 ചെറിയ ഡ്രംസ് മേടിക്കുക. ഡ്രംസ് ഇല്ലെങ്കിൽ നമുക്ക് മേശകളായാലും മതി. മേശകളോ അല്ലെങ്കിൽ അടുക്കളയിലുള്ള ഉപകരണങ്ങളോ അതൊക്കെ ആയാലും മതി. എല്ലാവരും കൂടെ ഇരിക്കുക, ഒരാളൊരു താളം തുടങ്ങുക, ബാക്കിയുള്ളവർ അതിന് ഏറ്റുപിടിക്കുക.
അതിന്റെ കൂടെ ആർക്കെങ്കിലും പാട്ട് പാടണമെങ്കിൽ പാട്ടും പാടാം. അങ്ങനെ ഒരു കുറച്ചു നേരം എല്ലാവരും കൂടെ ഇരുന്ന് ചെയ്യുക. ഇതാണ് ഡ്രം ജാം എന്ന് പറയുന്നത്. ഡ്രം ജാം. ഇപ്പോൾ ഡ്രം ജാം എന്ന് പറഞ്ഞിട്ട് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഒരു സംഗീത ചികിത്സാ രീതിയാണ്. ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് താളപ്രധാനമായിട്ടുള്ള ഒരിതാണ്. കാരണം ഒരു താളം കേട്ട് കഴിഞ്ഞാൽ നമ്മളും അതിനോട് വളരെയധികം സിങ്ക് ആയി മാറും. അപ്പോ ആ ഒരു താളമുള്ള ഒരു പാട്ട് മേളം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂടെ താളം പിടിക്കാത്ത ആൾക്കാരില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു പ്രവണതയെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡ്രം ജാം എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് തെറാപ്പി ഡിസൈൻ വന്നിട്ടുള്ളത്. അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകിച്ച് ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടോ ഉള്ളതൊന്നുമല്ല. പക്ഷെ പൊതുവെ ഒരു സമൂഹത്തില് ആ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രം ജാം. പിന്നെ വേറൊരു ക്രിയാത്മകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ പഴയ സിനിമാ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നമ്മള് പുറമെ അങ്ങനെ പാടാറില്ല. ഒരു ബാത്റൂം സിംഗർ ആണെന്ന് വിചാരിക്കുക. ബാത്റൂമിൽ കയറി കുളിക്കുന്ന സമയത്ത് നമ്മൾ പാടും. പക്ഷെ അല്ലാതെ നമ്മളൊരു പെർഫോമർ ഒന്നല്ല, നമുക്ക് സ്റ്റേജിലൊന്നും പാടാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോ യൂട്യൂബിൽ പല പാട്ടുകളുടെയും കരോക്കെ അവൈലബിൾ ആണ്. അതിൽ നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരോക്കെ വിത്ത് ലിറിക്സ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നല്ല ഇതുകൾ കിട്ടും, നല്ല പാട്ടുകൾ കിട്ടും, നല്ല ട്രാക്കുകൾ കിട്ടും. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കരോക്കെ പോയിക്കൊണ്ടിരിക്കും. അതിൽ പാടേണ്ട സമയമായി കഴിഞ്ഞാൽ ലൈൻസ് എഴുതി കാണിക്കും, പാട്ടിന്റെ വരികൾ. അപ്പോ നമുക്ക് ഇഷ്ടമുള്ള പഴയ പാട്ടുകൾ നമ്മൾ പാട്ട് വെക്കുന്നതിന് പകരം കരോക്കെ വെക്കുക. അപ്പൊ നമുക്കിപ്പോ ഫോണിന്റെ സ്റ്റാൻഡുകളൊക്കെ കിട്ടും. അപ്പൊ നമ്മളിപ്പോ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റാൻഡിൽ ഈ ഫോൺ വെച്ചിട്ട് കരോക്കെ പ്ലേ ചെയ്യാം. കരോക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ആ വരി ആവുന്ന സമയത്ത് നമ്മൾ പാടുക. അതിപ്പോ രണ്ടുപേര് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും കൂടി അങ്ങ് പാടുക. ഒരാൾ മെയിൽ പാടുക, ഒരാൾ ഫീമെയിൽ പാടുക, അല്ലെങ്കിൽ ഒരാൾ തന്നെ രണ്ടും പാടുക. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ കരോക്കെ വെച്ച് പാട്ട് പാടുക എന്നുള്ള ഒരു രീതി വളരെ ഫലപ്രദമായിട്ട് അത് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 പാട്ടുകൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വളരെ ഇതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര പാടാൻ അറിയാത്ത ഒരാളാണെങ്കിൽ പാട്ട് പാടുന്ന സമയത്ത് ഒറിജിനൽ ഇപ്പൊ നമ്മളൊരു പാട്ട് പാടുകയാണ്, ആ ഒരു സിനിമാ പാട്ട് പാടുകയാണ്, ആ സിനിമാ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഓർക്കസ്ട്രയും അല്ലെങ്കിൽ എല്ലാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മുടെ കൂടെ ചേരുമ്പോ എത്ര പൊട്ട പാട്ടിനെയും കുറച്ചൊരു ഭേദമാക്കാൻ ഈ ഇൻസ്ട്രുമെന്റ്സിന് പറ്റും. അതാണ് ഇവിടെ കരോക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കരോക്കയുടെ കൂടെ പാടുമ്പോൾ നമുക്കും വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിനെ ചേർന്നങ്ങ് പാടുക, അത്രേ ഉള്ളൂ. അവിടെ വേറെ അയ്യോ ഈ പാട്ടിനെ ഞാൻ പാടി കൊളമാക്കുവോ എന്നുള്ള ചിന്തകളോ ഒന്നും ആവശ്യമില്ല. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്, കേൾക്കാൻ പറ്റുന്നവർ കേട്ടാൽ മതി എന്നുള്ള രീതിയിൽ ധൈര്യമായിട്ട് എടുത്തങ്ങ് പാട്ടുകളൊക്കെ അങ്ങ് പാടുക, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് കരോക്കെ വെച്ച് ചെയ്യാവുന്ന വേറൊരു ഡിസൈൻ. അപ്പോ ഇത് കുറച്ച് ഡിസൈൻസ് ആണ്. പിന്നെ അതേപോലെ നമ്മൾ ഒരു കുറച്ച് സെറ്റ് ഓഫ് പാട്ടുകൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വെക്കാം. ഇപ്പൊ എനിക്ക് എനർജി കുറവുള്ള സമയത്ത് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വളരെ എനർജി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എനർജി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലാക്കി വെക്കാം. ബാക്കി പാട്ടുകളൊക്കെ അതിലിങ്ങനെ കയറ്റി വെക്കുക. ഇപ്പൊ ചിലപ്പോൾ മേളത്തിന്റെ ട്രാക്ക് ആയിരിക്കും, പഞ്ചാരി മേളത്തിന്റെ ട്രാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഫാസ്റ്റ് ആയിട്ടുള്ള സിനിമാ പാട്ടായിരിക്കും, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭജന ആയിരിക്കും. അതൊക്കെ അതിലേക്ക് കയറ്റിയിടാം. ചില പാട്ടുകൾ വളരെ സൂത്തിങ് ആയിരിക്കും. അപ്പൊ ഞാനിങ്ങനെ വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ സൂത്തിങ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാമെന്ന് വെച്ചിട്ട് അപ്പൊ ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അടിയിൽ ആ പാട്ടുകൾ വെക്കുക. എന്നിട്ട് ഇത് സമയോചിതമായിട്ട് ഉപയോഗിക്കുക. അതായത് ഇപ്പോ എനിക്ക് വളരെ സ്ട്രെസ് തോന്നുകയാണ്, അല്ലെങ്കിൽ വളരെ ആൻസൈറ്റി തോന്നുകയാണ്, എനിക്കൊന്ന് മനസ്സിനെ ശാന്തമാക്കണം എന്നുണ്ടെങ്കിൽ ആ റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് എടുത്ത് അതിലെ പാട്ടുകൾ കേൾക്കുക. അപ്പൊ ഇത് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചാലേ നമുക്ക് ഹാൻഡി ആയിട്ട് ആ സമയത്ത് ഉപയോഗിക്കാൻ പാകത്തിന് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഡിസൈൻ. അപ്പൊ ഇങ്ങനെ കുറെ അധികം ഡിസൈനുകൾ ഉണ്ട്. ശരിക്കും മ്യൂസിക് തെറാപ്പിയുടെ ടെക്നീക്സ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന ടെക്നീക്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം 80-ലധികം പല മ്യൂസിക് തെറാപ്പി ടെക്നീക്സ് അവൈലബിൾ ആണ്. അതൊക്കെ വളരെ വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ സവിശേഷമായിട്ടുള്ള അവസ്ഥകളിൽ ഉപയോഗിക്കേണ്ട ടെക്നീക്സ് ആണ്. പലതും അസുഖം വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇപ്പൊ സമയമില്ല. അതുകൊണ്ട് ഇത്രയും കുറച്ച് കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇനി അടുത്തതിലേക്ക് പോവാണ്. എന്നാലും എല്ലാ മെത്തേഡ്സിനെയും രണ്ടായിട്ട് തിരിക്കും. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ്, അതെന്ന് പറഞ്ഞാൽ പാസീവ്. പാസീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾവിക്കാരൻ മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ പാസീവ് മ്യൂസിക് തെറാപ്പിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിന്റെ ഒരു സവിശേഷത കൊണ്ട് വേണം നമുക്ക് ഫലം കിട്ടാൻ.
ആക്റ്റീവ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പാട്ടില് എന്തെങ്കിലും രീതിയിൽ ഇൻവോൾവ് ആണ്. ഒന്നെങ്കിൽ പാട്ടിനനുസരിച്ച് താളം പിടിക്കുക, അല്ലെങ്കിൽ പാട്ട് പാടുക, അല്ലെങ്കിൽ പാട്ട് എഴുതുക. പാട്ട് എഴുതുന്നത് വേറെ ഒരു നല്ല രീതിയിലുള്ള നമ്മുടെ മനസ്സിലുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ആരുടെ അടുത്തും പ്രകടിപ്പിക്കാൻ പറ്റാത്ത സമയമാകുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ ഒരു കവിതയിലൂടെ എഴുതി ആ കവിത ട്യൂണിട്ട് പാടി നമ്മൾ അങ്ങനെ ഇമോഷൻ റിലീസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പല ടെക്നീക്സ് ആണ്. സോങ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നീക്ക് ഉണ്ട് മ്യൂസിക് തെറാപ്പിയുടെ, അതാണ് ഇത്. പിന്നെ അതുപോലെ ലിറിക് ഡിസ്കഷൻ ഉണ്ട്. അതായത് നമ്മളൊരു പാട്ടിന്റെ വരികൾ എടുത്ത് അതിനെ നമ്മളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അതിനെ ഒരു വിശകലനം ചെയ്യുക. അതൊക്കെ പല കണ്ടീഷൻസിൽ കൂടുതലും സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള മാനസികമായിട്ടും കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഉള്ള പല കണ്ടീഷൻസിൽ നമ്മൾ ചികിത്സാ രീതിയായിട്ട് ഉപയോഗിക്കുന്ന ടെക്നീക്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതാണ് കുറച്ച് സ്റ്റഡി ഡിസൈൻസ്. ഇനി നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംഗീതമാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ ആസ്വദിക്കാൻ പറ്റുന്ന സംഗീതം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോ അതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ വരും. അതായത് ആയുർവേദത്തിന്റെ ഒരു നിരുക്തിയിൽ തന്നെ അത് വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ഹിതം ആവണോ സുഖമാവണോ എന്നുള്ള രണ്ട് കാര്യം. അപ്പൊ സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്, ഹിതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഷായം എന്ന് പറഞ്ഞത് രോഗിയുടെ അവസ്ഥയ്ക്ക് വളരെ നല്ലതാണെങ്കിലും രോഗിക്ക് ആസ്വദിക്കാൻ പറ്റുന്നതായിക്കൊള്ളണമെന്നില്ല. അപ്പോ പലപ്പോഴും പല കണ്ടീഷൻസ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തതായിരിക്കും, പക്ഷെ നമ്മുടെ അവസ്ഥയ്ക്ക് ആവശ്യമുള്ളതായിരിക്കും. സംഗീത ചികിത്സയിൽ ഒരിക്കലും അത് പാടില്ല, കഷായം പോലെ ആവാൻ പാടില്ല. എപ്പോഴും അവസ്ഥയ്ക്ക് ഉചിതമാണോ എന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് മനസ്സിലാക്കി തരാൻ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ ഒരു അവസ്ഥയില് നമുക്കിപ്പോ ശ്രീരാഗം വേണം എന്നിപ്പോ ശ്രീരാഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കർണാട്ടിക് രാഗമാണ്. അപ്പൊ ആ രാഗം വേണം എന്ന് നമുക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പലപ്പോഴും ശ്രീരാഗത്തിലുള്ള ഒരു പാട്ട് ഞാൻ രണ്ടുപേരി ജസ്റ്റ് പോകാം. ഇപ്പോ മലയാളത്തിൽ തന്നെയുള്ള കൃതിയുണ്ട് ശ്രീരാഗത്തില്. കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ, കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ. ഇപ്പൊ പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശ്രീരാഗത്തിലുള്ള ഒരു കർണാട്ടിക് ഒരു കമ്പോസിഷൻ ആണ്. അപ്പോ പലപ്പോഴും ഈ ഒരു കാര്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരനാവുന്ന സമയത്ത് ഈ കർണാട്ടിക് മ്യൂസിക് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വളരെ അപ്രാപ്യമായിട്ടുള്ള ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞാൽ വളരെ തലയുടെ മുകളിൽ കൂടെ പോകുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആളുടെ അവസ്ഥയ്ക്ക് ശ്രീരാഗം വേണം, ശ്രീരാഗമാണ് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ ഒരു പാട്ട് കേൾക്കാൻ പറയുകയല്ല ചെയ്യാം. ആൾക്ക് ഇപ്പോ പഴയ സിനിമാ പാട്ടുകളാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മള് അതേസമയം ശ്രീരാഗത്തിലുള്ള ഒരു സിനിമാ പാട്ട് എടുക്കാം. ഇപ്പോ ശ്രീരാഗത്തിലുള്ള സിനിമാ പാട്ട് എവിടെ നിന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. അപ്പൊ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മലയാളം സംഗീതം .info എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ പല സൈറ്റുകൾ ഓൺലൈനിൽ ഇപ്പൊ നമ്മള് ഈ ഒരു പാട്ട് കൊടുത്തിട്ട് ഇത് ഏതാ രാഗം, അല്ലെങ്കിൽ ഫിലിം സോങ്സ് ഇൻ രാഗ ശ്രീ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇൻ ശ്രീരാഗം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് വരും. ഇപ്പൊ അതൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ്, വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു അവസ്ഥയിൽ നമുക്ക് ശ്രീരാഗമാണ് നല്ലത്, ശ്രീരാഗം ഈ ഒരു അവസ്ഥയിൽ നല്ലതാണ്, എനിക്ക് ആ അവസ്ഥയിൽ ഉണ്ട് എന്ന് തോന്നുന്നു. ഇപ്പൊ ശ്രീരാഗം ഹൈപ്പർ ടെൻഷന് നല്ലതാണ്, എന്നാൽ എനിക്കിപ്പോ ഹൈപ്പർ ടെൻഷൻ, എനിക്ക് സ്ട്രെസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, അപ്പൊ ഞാൻ ശ്രീരാഗത്തിലുള്ള കർണാട്ടിക് മ്യൂസിക് കേൾക്കുകയാണ്, പക്ഷെ എനിക്ക് ആസ്വദിക്കാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. കാരണം ആ ഒരു പാട്ട് നമുക്ക് ഒരു ലാഭം തരുന്നതിനെക്കാട്ടിലും നഷ്ടമാണ് തരിക അവസ്ഥയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടമുള്ളത് സിനിമാ പാട്ടുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോ മറ്റേ ശ്രീരാഗത്തിലുള്ള പല പാട്ടുകളുണ്ട്. അപ്പൊ അതിൽ നീലരാവിൽ ഇന്നു നിന്റെ തരളകി സോമബിംബ കാത്തിന്നു ആ പാട്ടൊക്കെ ശ്രീരാഗത്തിലുള്ളതാണ്. അപ്പൊ അത് പലപ്പോഴും
ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ, പഴയ എവർഗ്രീൻ ഹിറ്റ്, ആദ്യം തന്നെ നമ്മളുടെ മനസ്സ് അതായിട്ട് അങ്ങ് ചേർന്നു. അതിനുശേഷം പിന്നെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിനും അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ വർക്കാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവസ്ഥയ്ക്ക് പറ്റിയ പാട്ടാണോ എന്ന് നോക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ പാട്ടാണോ എന്നുള്ളതാണ് സംഗീത ചികിത്സയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. പിന്നെ ഞാനിപ്പോ ഒരു ഡെമോ ആയിട്ട് എല്ലാവരും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെമോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂസിക് വിത്ത് യോഗയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ശ്രോതാക്കളിലെ മിക്ക ആൾക്കാരും യോഗയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോ മ്യൂസിക് വിത്ത് യോഗ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിന്റെ വളരെ ചെറിയ ഒരു സാമ്പിള് കാണിച്ചു തരാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് വീഡിയോ ഓൺ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്തിരിക്കുക. ശരീരത്തിന്റെ ഒരു ഭാഗത്തും പ്രത്യേകിച്ച് മുറുക്കമൊന്നും വരാത്ത രീതിയിൽ ഇരിക്കുക. കണ്ണടച്ചിരിക്കുക. ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ നിദ്ര എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പൊ അതിന് പല തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലെ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതം കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോ ഉപയോഗിക്കുന്നത് ഒരു സെഞ്ചുരുട്ടി എന്ന് പറഞ്ഞ രാഗത്തിലുള്ള ഒരു സംഗീതമാണ്. അപ്പോ ഈ എന്റെ ശബ്ദം കേട്ടില്ലെങ്കിലും ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഓൺലൈനിൽ ഇത് ചെയ്യുന്ന സമയത്ത് എത്ര കണ്ട് എന്റെ ശബ്ദം കേൾക്കും, എത്ര കണ്ട് മ്യൂസിക് കേൾക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാൽ തന്നെയും എന്റെ ശബ്ദം കേട്ടില്ലെങ്കിലും സംഗീതത്തിൽ ശ്രദ്ധിക്കാൻ നോക്കുക. അതിന്റെ കൂടെ തന്നെ ഞാൻ കമാൻഡ് പറയുന്നതായിരിക്കും, അതിനനുസരിച്ച് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും പറ്റുന്ന രീതിയിൽ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, കണ്ണടച്ചിരിക്കുക. ഇനി ഈ സംഗീതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസോച്ഛ്വാസത്തിനനുസരിച്ച് ശരീരം അനങ്ങുന്നത് ശ്രദ്ധിക്കുക. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കാലുകളിലേക്ക് കൊണ്ടുവരിക. കാലിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. കാലിലെ വിരലുകൾ, കണങ്കാൽ, ഈ ഭാഗങ്ങളെയൊക്കെ റിലാക്സ് ചെയ്യുക. കാലുകള് വളരെയധികം റിലാക്സ് ആവട്ടെ. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ കാഫ് മസിൽസിലേക്കും കാൽമുട്ടുകളിലേക്കും കൊണ്ടുവരിക.
ദിവസവും മുഴുവൻ സഞ്ചരിച്ച് കാൽമുട്ടുകൾക്കും കാഫ് മസിലുകൾക്കും ഒക്കെ വളരെയധികം സ്ട്രെസ് ഉണ്ട് എന്ന് മനസ്സിലാകും. പതുക്കെ കാൽമുട്ടുകളെയും കാഫ് മസിൽസിനെയും റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ തുടകളിലേക്കും അരക്കെട്ടിലേക്കും കൊണ്ടുവരാം. പതുക്കെ തുടകളിലെയും അരക്കെട്ടിലെയും എല്ലാ മസിൽസിനെയും കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുക. എല്ലാ സ്ട്രെസ്സും എല്ലാം റിലാക്സ് ചെയ്യും. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വയറിലേക്കും ശരീരത്തിന്റെ മുൻഭാഗത്തേക്കും നെഞ്ചുഭാഗത്തേക്കും വരിക. ശ്വാസത്തിനനുസരിച്ച് നെഞ്ചും വയറും പൊങ്ങുന്നതും താഴുന്നതും ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ നെഞ്ചും വയറും റിലാക്സ് ചെയ്യുക. ഈ പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിന്റെ പുറം ഭാഗത്തേക്ക് കൊണ്ടുവരിക. നട്ടെല്ലും നട്ടെല്ലിന്റെ ഇരുവശവും ഈ ഭാഗങ്ങളെല്ലാം വളരെയധികം റിലാക്സ് ആവട്ടെ. കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ തോളുകളിലേക്കും രണ്ട് കൈകളിലേക്കും റിലാക്സ് കൈമുട്ട്, മുട്ടിന് താഴെയുള്ള റിസ്റ്റ് ജോയിന്റ്, കൈവിരലുകൾ എല്ലാം ഇവിടെയുള്ള സ്ട്രെസ് കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് കഴുത്തിലേക്കും തലയിലേക്കും കണ്ണ്, മൂക്ക് തുടങ്ങിയ എല്ലാ അവയവങ്ങളിലേക്കും കൊണ്ടുവരിക. കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലേക്ക് കൊണ്ടുവരാം. മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തകൾ വരുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാം. മനസ്സ് ഈ പാട്ട് കേട്ട് സന്തോഷിക്കുന്നതായിട്ട് അനുഭവിക്കുക. ഈ പാട്ട് ഒഴുകി വരുമ്പോൾ
അത് കേട്ട് മനസ്സ് സന്തോഷിക്കുകയും അതിൻ്റെ കൂടെ നിങ്ങൾ ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഫുൾ പോസിറ്റീവ് എനർജി, ഫുൾ ഹാപ്പിനെസ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്ത് കളയുന്നതായിട്ടും ആലോചിക്കുക. അതിനുവേണ്ടി പതുക്കെ നമുക്ക് ദീർഘനിശ്വാസം തുടങ്ങാം. ശ്വാസം പുറത്തേക്ക് വിടുക. പോസിറ്റിവിറ്റി. Exhale negativity. എല്ലാ സന്തോഷങ്ങളെയും ഉള്ളിലേക്ക് വയ്ക്കുക. എല്ലാ ദുഃഖങ്ങളെയും പുറത്തേക്ക് കളയുക. Exhale. നിങ്ങളുടെ ശരീരവും മനസ്സും കംപ്ലീറ്റ് ആയിട്ട് സന്തോഷം, പോസിറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പതുക്കെ നമുക്ക് തിരിച്ചു വരണം. അതിനുവേണ്ടി ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. കാലിന്റെ അറ്റം മുതൽ ഓരോ ഭാഗങ്ങളായിട്ട് ചെറുതായിട്ട് ബലം കൊടുത്ത് ചെറുതായി അനക്കി കുറേശ്ശെ ബലം കൊടുത്ത് കൊണ്ടുവരിക. കാലിന്റെ വിരലുകൾ ചെറുതായിട്ട് അനക്കുക. കാൽമുട്ടുകൾ ചെറുതായിട്ട് നിർത്തുകയും ചെയ്യുക. തുടകളില് ശക്തി കൊടുക്കുക. വയറും നെഞ്ചും ചെറുതായിട്ട് ടൈറ്റ് ആക്കുക. തോളിന് ചെറിയ അനക്കം കൊടുക്കുക. കൈമുട്ടുകള് ചെറുതായിട്ട് അനക്കുക. റിസ്റ്റ് ജോയിന്റ് ചെറുതായിട്ട് തിരിക്കുക. വശങ്ങളിലേക്ക് തിരിക്കുക. കയ്യിലെ വിരലുകൾ മുറുക്കി അമർത്തി അടയ്ക്കുക, തുറക്കുക. ഇനി പതുക്കെ രണ്ട് കൈകളും ഒരുമിച്ച് കൊണ്ടുവരാ. ഇനി റബ്ബ് ചെയ്യാം. രണ്ട് കൈകളും കൂട്ടിത്തിരുമ്മ, നല്ല ശക്തിയിൽ കൂട്ടിത്തിരുമ്മ, നല്ല ചൂട് വരുന്ന രീതിയിൽ കൂട്ടിത്തിരുമ്മ. അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് കണ്ണിൽ വെച്ച് പതുക്കെ ഒരു ചെറിയ ചിരിയോടെ ആ ചൂട് മുഖത്ത് മുഴുവനാക്കിക്കൊണ്ട് ഒരു ചെറിയ ചിരിയോടെ കണ്ണുറക്കുക. എല്ലാവരും തിരിച്ചു വന്നു എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ചെറിയ രീതിയിൽ, വളരെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു യോഗ നിദ്രയാണ്. അപ്പോ ഇതിനെ പിന്നെയും നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അരമണിക്കൂർ നേരത്തേക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എല്ലാവർക്കും ദിവസത്തിൽ എപ്പോഴെങ്കിലും യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോ ഇതാണ് യോഗ നിദ്രയുടെ ഒരു ടെക്നിക്ക്. ഇനി ഞാൻ ചെവിയുടെ എക്സസൈസ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. അതും വളരെ എളുപ്പമുള്ളതാണ്. ചെവിയുടെ ഒരു തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിന് ട്രാഗസ് എന്നാണ് പറയുക, ട്രാഗസ്. അപ്പോൾ ഈ ട്രാഗസ് ഞാനൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. ഈ ട്രാഗസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിരലിന്റെ തുമ്പ് വെച്ച് ഈ ട്രാഗസിനെ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെവി അടയും. അതിനുശേഷം നടുവിരലിന്റെ നഖത്തുമ്മെ ചൂണ്ടുവിരലിന്റെ തുമ്പ് വെച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക് ടിക് എന്നുള്ള സൗണ്ട് കേൾക്കും. അപ്പോൾ രണ്ട് ചെവിയുടെയും ട്രാഗസിനെ നടുവിരലിന്റെ തുമ്പ് വെച്ച് അടച്ച് നടുവിരലിന്റെ നഖത്തുമ്മെ ചൂണ്ടുവിരൽ കൊണ്ട് ടാപ്പ് ചെയ്യാം. അങ്ങനെ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ ഒരു 32 വട്ടം ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൈ റിലീസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മളുടെ ചെവി ഒന്ന് റിഫ്രഷ് ആയ പോലെ ഉണ്ടാവും. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യും, റൈറ്റ് ക്ലിക്ക് ചെയ്ത്. അതേപോലെ തന്നെ നമ്മളുടെ കേൾവി ശക്തി ഒന്ന് റിഫ്രഷ് ആയ പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ കൂടുതൽ സ്ട്രെസ് ഒക്കെ തോന്നുന്ന സമയത്ത് ഇത് ചെയ്യാവുന്നതാണ്. ഇതാണ് ചെവിയുടെ ഒരു എക്സസൈസ്. മറ്റു പല എക്സസൈസുകൾ ചെവിക്ക് ഉള്ളത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് അടുത്തതായിട്ട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതാണ് ട്രാഗസ്, ഈ ഭാഗമാണ് ട്രാഗസ്. എല്ലാവർക്കും കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നു.
ഇനി കുറച്ച് രാഗങ്ങളുടെ ഒരു ലിസ്റ്റ് ആണ് ഇത്. ഞാനിപ്പോ ജസ്റ്റ് കമ്പൈൽ ചെയ്ത് എടുത്തു എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ തന്നെ പലതും കിട്ടും. ഇതൊക്കെ പല മ്യൂസിക് തെറാപ്പിസ്റ്റ് ഉപയോഗിച്ച് അതിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഇതും എല്ലാവർക്കും ഇതേ എഫക്റ്റ് തന്നുകൊള്ളണം എന്ന് നിർബന്ധമില്ല. ഈ പാട്ടിന്റെ ഒരു സ്വഭാവ വിശേഷം കൊണ്ട് ഇത് ഈ എഫക്റ്റുകൾ തരുന്നതായിട്ട് കണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശങ്കരാഭരണം, നീലാംബരി, തോടി, ഹിന്ദോളം, അമൃതവർഷിണി പോലുള്ള രാഗങ്ങളൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് സംഗീത ചികിത്സയിൽ. അപ്പോ ഇതൊക്കെ നമുക്കും ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ശങ്കരാഭരണം, ഹംസധ്വനി, മോഹനം പോലെയുള്ള രാഗങ്ങൾ ആർക്ക് വേണമെങ്കിലും എല്ലാവർക്കും എപ്പോഴും സന്തോഷം തരുന്ന രാഗങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത്രയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. പിന്നെ ആർക്കെങ്കിലും മ്യൂസിക് തെറാപ്പിയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇത് കുറച്ച് സംഗീത ചികിത്സ ഫോർമലായിട്ട് പഠിപ്പിക്കുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പല കോഴ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പല കോഴ്സുകളാണ്. അപ്പൊ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ ഞാൻ ചെയ്യാൻ വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ആർക്കൊക്കെയാണ് പറ്റുക, സമയമുള്ളത് അനുവദിക്കുന്നവരെല്ലാവരും ഇതൊന്ന് ചെയ്യാൻ നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ഒരു അവസരം തന്നതിന് ഇതിന്റെ സംഘാടകർക്കും മിനി ചേച്ചിക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.